ഇന്നത്തെ രണ്ടാമത്തെ ടാസ്കും ഇപ്പോൾ ബിഗ് ബോസ് റദ്ദാക്കിയിരിക്കുകയാണ്. അനു ആണോ ടാസ്ക് കൊളാക്കിയത്? ശരിക്കും അനുമോൾ ഗെയിം കളിച്ചു. അനുമോളുടെ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചു എന്ന് ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു വിട്ടുവീഴ്ചയാകാമായിരുന്നു. ഒരു നോർമൽ ഗെയിമർ എന്നതിനപ്പുറം നമ്മൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഒരു മൈൻഡ് ഗെയിം ലെവലിലോട്ട് ഒന്ന് ഇൻ്റലിജൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഉയരാമായിരുന്നു. കാരണം ഇവിടെ ആദ്യത്തെ ടാസ്ക് റദ്ദ് ചെയ്തു. ഈ ടാസ്കിൽ കിട്ടുന്ന കോയിൻസ് ആണ് ഇവർക്ക് മറ്റേ പണിപ്പുരയിൽ കയറി ലക്ഷറി ഐറ്റംസ് എടുക്കുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ട്. സോ അനുവിന് ഇതിനകത്ത് ഗെയിം കളിക്കാമായിരുന്നു. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ലാസ്റ്റ് രണ്ടാമത്തെ ടാസ്കിലും ജിഷനുമായിട്ട് അനുമോള് ഒരു ഡിസിഷനിലേക്ക് എത്തിയില്ല. അതായത് ലെമൺ ടീമിന് ഒരെണ്ണേ കൊടുക്കാൻ പറ്റൂ എന്ന് അനുമോള് പറഞ്ഞു. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. ജിഷന്റെ അഭിപ്രായത്തിൽ ലെമൺ ടീമിന് 5ഉം മറ്റേ ടീമിന് 3ഉം കൊടുക്കാം എന്നുള്ളതായിരുന്നു. അവസാനം ബിഗ് ബോസ് കുറേ വാണിംഗ് കൊടുത്തു. അനുമോൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. അതിന് പുറമെ പുറത്തുള്ളവർ ചെറുതായിട്ട് അനുമോളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നൂറ, അതുപോലെ നമ്മുടെ ഒണിയിൽ, അഭിലാഷ്, ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അനുമോള് ലാസ്റ്റ് വീണ്ടും ആ നിലപാടിൽ തന്നെ നിന്നു. ജിഷിൻ്റെ നിലപാടിൽ നിന്നു. ബിഗ് ബോസ് ഒരു തീരുമാനമാകാത്തതുകൊണ്ട് ടാസ്ക് റദ്ദാക്കി. പക്ഷേ ഇവിടെ അനുമോൾ പറഞ്ഞ ഡിസിഷനകത്ത് എനിക്കെന്തോ ന്യായം തോന്നിയില്ല. കാരണം എല്ലാ കുപ്പികളിലും ഈ ചളുക്ക് വീണിട്ടുണ്ട്. കുപ്പികളൊന്നും പ്രോപ്പർ ഷേപ്പിലൊന്നും അല്ല എല്ലാ കുപ്പികളും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇഗ്നോർ ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. ഇപ്പോൾ 2 ടീമും കണക്കാണ്. അപ്പോൾ ആ നിലയ്ക്ക് അനുവിന് ഒന്ന് വേണമെങ്കിൽ ഒന്ന് അയഞ്ഞു കൊടുക്കാമായിരുന്നു. 5 എണ്ണം എന്ന് പറയുന്നത് ഒരു 3 എണ്ണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ധാരണയിലേക്കൊക്കെ എത്താമായിരുന്നു. അല്ലെങ്കിൽ ഒരു 4 എണ്ണം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ധാരണയിലേക്കൊക്കെ എത്താമായിരുന്നു. പക്ഷേ അനുമോൾ പിടിച്ച പിടിയാൽ തന്നെ അവിടെ നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാസ്ക് വീണ്ടും കോളമായിപ്പോയി. അനുമോളുടെ കൂടി ലക്ഷറി ബഡ്ജറ്റാണ് അവർക്ക് ഇല്ലാതായത്. പണിപ്പുര കയറി അവർക്ക് കൂടി എടുക്കാനുള്ള പൈസയാണ് അല്ലെങ്കിൽ കോയിനാണ് നഷ്ടമായത് എന്നുള്ളത് പറയാതെ വയ്യ. പെർഫോമൻസ് വൈസ് അനുമോൾ പക്കയായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ടാസ്കിൽ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ലെവലിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ഭയങ്കര ഒരു ബ്രില്യൻ ഗെയിം അനുമോൾ കളിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നുമില്ല. എന്താണ് ലൈവ് കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.